നക്ഷത്ര ടൂർണമെന്റ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുത്തുമണി അപ്പൊ നമ്മള് ഇന്ന് തോപ്പുംപടിയിലാണുള്ളത്. തോപ്പുംപടിയിലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. ഇവിടെ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾ സാധനം കൊടുക്കും, റീറ്റെയിൽ ആയിട്ടും കൊടുക്കും? ഓക്കെ, അപ്പൊ നമ്മുടെ കൊച്ചിയുടെ വിശ്വാസമാണ്. കൊച്ചിയുടെ വിശ്വാസം അറിയാലോ. യെസ്, അപ്പൊ അതുപോലെ തന്നെ കൊച്ചിയുടെ മറ്റൊരു വിശ്വാസമാണ് നമ്മുടെ തോപ്പുംപടിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ നമ്മള് 3 വർഷം തികയാൻ പോവുകയാണ്. സെപ്റ്റംബർ വരുമ്പോൾ 3 വർഷം തികയും. ഒപ്പം അത് മാത്രമല്ല, നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ എന്താ പറയാ, എക്സ്ചേഞ്ചിങ് ഓഫർ ഉണ്ട്. എവിടെ നിന്ന് വാങ്ങിച്ച സ്വർണ്ണമാണെങ്കിലും അത് നക്ഷത്രയിൽ നിന്ന് മാറ്റിയെടുക്കാം. പുതിയ HUID ഹോൾമാർക്ക് ആഭരണങ്ങളായിട്ട് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, 25 രൂപ അധികം മൂല്യത്തിൽ നിങ്ങൾക്ക് നക്ഷത്രത്തിൽ നിന്ന് സ്വർണ്ണം മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ എന്താ പറയാ, നല്ല ഓഫർ അല്ലേ, വേറെ ആരെങ്കിലും കൊടുക്കും ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാലോ. ഇത് ഒരു ബാറാണ്. ഇത് ഏകദേശം എത്ര വരും ഇതിന്റെ വെയിറ്റ്? പറയണം, പിടിച്ചു നോക്കാണ്ട് പറയണം. എന്റെ കയ്യിൽ നോക്കിയിട്ട് പറയണം എത്ര ഉണ്ടാവും. അതൊരു 10 കിലോ. എത്ര? 10 കിലോ വെയിറ്റ്. 10 കിലോ വെയിറ്റ്. ഒന്നൊന്ന് പിടിച്ചു നോക്കിയേ, ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു 17 കിലോ. 17 കിലോയാ? എന്തൊരു കൂട്ടലാ കൂട്ടുന്ന മനുഷ്യ നിങ്ങള്. കുറയ്ക്ക്. 17 കിലോ. ഓക്കെ, അടുത്ത ആള്. ഇതൊന്ന് പിടിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഭാരം എത്രയാണെന്ന് പറ. 5 കിലോ. 5 കിലോ. എത്രയുണ്ട് ഇതിന്റെ ഭാരം? ഒരു 9.5 കിലോ ഉണ്ടാവും. 9.5 കിലോ. ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 7 കിലോ ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. 17 കിലോ പറഞ്ഞു, 10 കിലോ പറഞ്ഞു അല്ലേ? 5 കിലോ. ഓക്കെ, എന്തായാലും നമ്മള് നമ്മുടെ എന്താ പറയാ, ബാറ് കാണിച്ചു. 5 കിലോ പറഞ്ഞു, അല്ല 5 കിലോ പറഞ്ഞു, 17 കിലോ പറഞ്ഞു, 50 കിലോ പറഞ്ഞു. എന്തായാലും നക്ഷത്രയുടെ ഒരു സമ്മാനമുണ്ട്, വെറുതെ പോണ്ട. മത്സരത്തിൽ പങ്കെടുത്താലും നിങ്ങൾക്ക് സമ്മാനമുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു കൂപ്പണുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് വരിക, സമ്മാനമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കൂപ്പൺ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇതാ അടുത്ത ഒരാളെത്തിയിട്ടുണ്ട്. നമ്മുടെ തോപ്പുംപടിയിൽ ഇവിടെ ജംഗ്ഷനിൽ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഏതാ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ സ്ഥലം പറഞ്ഞേ. നാളക്കാരനാണ്. ഓക്കെ, പൊയ്ക. ഓക്കെ, ഞാനൊരു ബാറ് കാണിച്ചു തരാം. അത് ഏകദേശം എത്ര വെയിറ്റ് ആണെന്ന് പറയണം. ഒരു ഊഹം പറ. പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. എന്നാ പിടിച്ചു നോക്കിയോ. 5 കിലോ. 5 അല്ല, നമുക്ക് അടുത്തടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബാറായിട്ട് പോകുന്നുണ്ട്. ആളുകളോട് ചോദിക്കുന്നുണ്ട് എത്ര വെയിറ്റ് വരും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരാളുണ്ട്. പേരെന്താണ്? അഞ്ജിത. എന്ത് ചെയ്യുന്നു? ബിടെക് സ്റ്റുഡൻ്റ് ആണ്. ഭാവിയിലെ എഞ്ചിനീയർ ആണ് അല്ലേ? നമ്മൾ വരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്. നക്ഷത്രം ഒന്നും കേട്ടിട്ടില്ലേ? ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയാണ്, ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഒക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരു ബാറ് കയ്യിൽ പിടിക്കും. അത് എത്ര വെയിറ്റ് ആണെന്നുള്ളത് ഒരു ഊഹം പറയണം. പറഞ്ഞില്ലെങ്കിൽ കൈ ഞാൻ പിടിക്കാൻ തരാം, എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് ഏകദേശം എത്ര വരും ഭാരം? സിമ്പിൾ അല്ലേ ഇതേ? ഏകദേശം അറിയില്ല, എന്നാ കൈ പിടിച്ച് ചോദിക്കും. എന്ത് തോന്നുന്നു? എൻ്റെ അമ്മയെ നല്ല ഭാരം തോന്നുന്നതാണോ? ഏകദേശം എത്ര വരും? 5 കിലോ. 5 കിലോണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ 7 കിലോയാണ്. നക്ഷത്രത്തിൽ വരാറുണ്ടോ? പർച്ചേസ് ചെയ്യാറുണ്ടോ? പർച്ചേസ് ചെയ്തിട്ടില്ല. എങ്കിൽ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം വരൂ. ഇത് നമ്മുടെ ഒരു ലക്കി ഡ്രോ കൂപ്പണാണ്. ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ ഇത് പൂരിപ്പിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലക്കി ഡ്രോയിൽ എന്താ പറയുക, വിൻ ചെയ്ത സമ്മാനം ഉണ്ടാവും. ചേച്ചി പേരെന്താ? പേര് പറഞ്ഞോ? ഷൈനി ചേച്ചി. മരിയ ചേച്ചി. ഓക്കെ, ചേച്ചി എറണാകുളംകാരികളാണോ നിങ്ങൾ? കൊച്ചിക്കാരികൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനാണ് വരുന്നത്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ വന്നിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം. നക്ഷത്ര തോപ്പുംപടിയിൽ വന്നിട്ട് എത്ര വർഷമായി? 2 വർഷം. ഉറപ്പാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടി പറയാനുണ്ടോ? ഓക്കെ, ഇതാ അപ്പം എന്തായാലും 2 കൊല്ലമാണ് പറഞ്ഞത്. 2 അല്ല, ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞുതരാം. അതായത് സെപ്റ്റംബർ ആകുമ്പോൾ 3 കൊല്ലവും, ഇനി ഒരു 3-4 മാസം കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു കൂപ്പണുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ മതി, സമ്മാനമുണ്ട്. ഒപ്പം തന്നെ ഇത് പൂരിപ്പിച്ചിട്ട് ലക്കി ഡ്രോ ആണ് കേട്ടോ. അപ്പോൾ അത് അടുത്ത ആൾ റെഡിയാണ്. പേരെന്താ? ദേവസിന്റെ എവിടെ വീട്? എൻ്റെ വീട് തോമ്പടി തന്നെ. തോമ്പടി തന്നെയാണ്, തോമ്പടിക്കാരനാണ്. അപ്പോൾ നമ്മൾ നക്ഷത്രത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടില്ല. വരാനായിട്ട് ഞാനൊരു അവസരം ഒരുക്കി തരട്ടെ. എങ്ങനെയാണെന്ന് ഞാനൊരു ബാറ് കാണിച്ചു തരാം. ബാറിന്റെ ഭാരം എന്തോരമാണെന്ന് പറയണം. ഇതിന്റെ ഭാരം ഏകദേശം എത്ര വരും? 5 കിലോ വരും. 5 കിലോ. ഒന്ന് പിടിച്ചു നോക്കിയോ.
10 ഇല്ല എങ്കിലും എന്നാലും ഒരു 8-9 കിലോ വരും. 8-9 കിലോ വരും. 8-9 കിലോ, 1 കിലോ കുറവാണ്. 7 കിലോ ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. എന്നാലും നക്ഷത്രത്തിൽ വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ഈ മൈക്കൊന്ന് പിടിച്ചേ. ഈ ഒരു കൂപ്പണുമായിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അത് മാത്രമല്ല ഇത് നമ്മുടെ ലക്കി ഡ്രോ, അതായത് നമ്മുടെ കൂപ്പണ്, അതായത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിലേക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ആരാണ് ആ ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എന്തായാലും ഇതുമായിട്ട് നക്ഷത്രത്തിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. പേരെന്താ? നൗഫൽ. നൗഫൽ ഈ നാട്ടുകാരൻ തന്നെയാണ്? അതെ അതെ, കൊച്ചിക്കാരനാണ്. ഓക്കെ, അപ്പോൾ നക്ഷത്രത്തിൽ വരാറില്ലേ? വരാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്വർണ്ണമൊക്കെ? കുഴപ്പമില്ല, എപ്പോഴും അവിടെ വരാറുണ്ട്. ഓക്കെ, കൊച്ചിയുടെ ഒരു വിശ്വാസം ഒരു മുഖം ആയിക്കൊണ്ടിരിക്കുകയാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഞാനൊരു ബാർ കാണിക്കാം. അത് ഏകദേശം എത്ര ഭാരം വരുമെന്ന് പറയണം. ഓക്കെ, ഇതിന് ഞങ്ങൾക്ക് ആദ്യം ഒരു ഊഹം പറ. ഏകദേശം എത്ര വരും ഇതിന് ഭാരം? 12 കിലോ വരും. ഒന്ന് കൈ പിടിച്ച് നോക്കിയേ. 25 കിലോയാ? ചേട്ടൻ ആരാ കണക്ക് കൊടുപ്പിച്ചേ? 25 ഇല്ല, ഇതിൻ്റെ 7 കിലോ ഉള്ളൂ ഭാരം. ഓക്കെ, എന്തായാലും 7 കിലോ ആണ് ഇതിൻ്റെ ഭാരം. മത്സരിച്ച സ്ഥിതിക്ക് നമ്മളൊരു സമ്മാനമുണ്ട്. ഓക്കെ, ഇതാ ഈ ഒരു കൂപ്പണുമായിട്ട് ചേട്ടൻ ഷോറൂമിൽ വന്നാൽ മതി. അപ്പം കൂപ്പണിലെങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമല്ലേ? കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യമല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നക്ഷത്രത്തിൽ വരിക. അപ്പോൾ അതാ ഒരു ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി പേരെന്താണ്? സിനി ചേച്ചി എറണാകുളംകാരിയാണ്. ആ ഓക്കെ, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നക്ഷത്രത്തിൽ വന്നിട്ടില്ല ഇതിനു മുമ്പ്? ഒരു തവണ വന്നിട്ടുണ്ട്. ഒരു തവണ മാത്രം വന്നാൽ മതിയോ? അക്ഷയ തൃതീയക്ക് വന്നിട്ടുണ്ടായിരുന്നു. അക്ഷയ തൃതീയക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് വന്നിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. അതായത് പഴയ സ്വർണ്ണം മാറ്റി വാങ്ങാനുള്ള ഒരു ഓഫറുണ്ട്. എക്സ്ചേഞ്ച് മേളയാണ്, മെഗാ എക്സ്ചേഞ്ച് മേളയാണ്. അപ്പം പഴയ ആഭരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ വിലയിൽ HUID ഹോൾമാർക്ക് ആഭരണങ്ങളായിട്ട് മാറ്റി വാങ്ങാവുന്നതാണ്. എന്തായാലും വന്നിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം. ഈ ഒരു ബാറിന് ഏകദേശം എത്ര വെയിറ്റ് വരും? ഒരു 15. ഒന്ന് പിടിച്ചു നോക്കിയേ. ഏകദേശം എത്ര വരും? 100 കിലോയോ? അമ്മേ, എന്നാ പിടിച്ചേ. 100 കിലോയെ പിടിച്ചേ. എന്തായാലും 100 കിലോ പറഞ്ഞ ആൾക്ക് സമ്മാനം കൊടുത്തില്ലെങ്കിൽ വളരെ മോശവും. ഇത് നമ്മുടെ കൂപ്പണാണ്. ഈ ഒരു കൂപ്പണായിട്ട് നക്ഷത്രത്തിൽ വന്നു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഒപ്പം നമ്മുടെ ലക്കി ഡ്രോയിൽ മത്സരിക്കുക. അതായത് ഈ ഒരു പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമ്മുടെ ബോക്സിലിടുക. നക്ഷത്രയുടെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിലിട്ട് കഴിഞ്ഞാൽ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും 100 കിലോ ആണ് ചേച്ചി പറഞ്ഞു. ഒന്നിട്ട് പറഞ്ഞേ. 100. നീ ആരോടും പറയരുത്. 100 അല്ല, വെറും 7 കിലോ ഉള്ളൂ. ഓക്കെ, ശരി. ആ, നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട്. യോയോ ഫ്രണ്ട്സ് അല്ലേ? പേരെന്താ? ഷാജി, നിങ്ങൾ എല്ലാവരും നക്ഷത്രത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്, വരാറുണ്ട് അല്ലേ? ഇനി എപ്പോഴാണ്? ഇനി വരാൻ നിൽക്കണ്ടേ? എപ്പോഴാ വരുന്നത്? അടുത്ത മാസം വരുന്നുണ്ട്. അന്ന് നമുക്ക് ഈ മാസം ആക്കിയാലോ? അല്ല, ഒരു ഓഫർ ഉണ്ടെന്ന്. ഒരുപാട് ഓഫർ ഉണ്ട്. പെട്ടെന്ന് വരും. പെട്ടെന്ന് വരും ചേച്ചി പറഞ്ഞു. ചേച്ചി മൈക്ക് കുടിക്കും. ഞാനൊരു ഈ മാസം ലാസ്റ്റ് ഈ ഒരു ബാർ കണ്ടോ? ഈ ഒരു ബാറ് ഏകദേശം എത്ര കിലോ വരും? ഇതിന്റെ വെയിറ്റ് എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ്. ഏകദേശം എത്ര വരും? 2 കിലോ. ഒരാള് മൈക്ക് കൊടുത്തോ? എത്രയാണ് വെയിറ്റ്? 2 കിലോ. 2 കിലോ. ചേട്ടൻ പറയും. 5 കിലോ. അടുത്ത ആള് എത്ര? ചേച്ചിയെങ്കിലും കറക്റ്റ് ഉത്തരം പറയണം. 5ന്റെയും 10ന്റെ ഇടക്കാണ്. അല്ല, 5ന്റെയും 10ന്റെ ഇടക്ക്. 7. ഓ, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞ ആളുടെ പേര് ശാലിൻ ചേച്ചിയാണ്. ചേച്ചിക്ക് നല്ല കൈഡി കൊടുത്തോ? ചേച്ചി ഒന്ന് പിടിച്ചു നോക്കിയേ. 2 കഴിച്ച് പിടിച്ചോ? എങ്ങനെയുണ്ട്? 7 കിലോ ഉണ്ട് അല്ലേ? ഓക്കെ, ഭാരമുണ്ട്. അപ്പോൾ അതാ ചേച്ചിക്ക് മാത്രമല്ല എല്ലാവർക്കും സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ അതാ നക്ഷത്രയുടെ കൂപ്പണാണ്. ഈ കൂപ്പണായിട്ട് നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് വരിക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലക്കി ഡ്രോ ഇതിൽ മത്സരിക്കുക. എന്താ പറയുക, ഒരു ബോക്സിൽ സാധനം കിട്ടുന്ന ഒരു ബോക്സിൽ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ടിടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൂപ്പണായിട്ട് വരിക, സമ്മാനം വാങ്ങാം. ഓക്കെ, അടുത്തൊരു വീട്ടമ്മ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി നക്ഷത്രത്തിൽ വന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താ വന്നിട്ട് പർച്ചേസ് ചെയ്തത്? കമ്മല് പർച്ചേസ് ചെയ്തു. അപ്പം നമ്മൾ നക്ഷത്രയുടെ സ്വന്തം ആളാണ് അല്ലേ? ഓക്കെ, ഇതിന് എത്ര കിലോ വരും ഏകദേശം? എത്ര കിലോ വരും? പിടിച്ചു നോക്കി. അല്ല, ചേച്ചി ഏകദേശം ഒരു ഊഹം പറ. ഒരു 10 കിലോ. 10 കിലോ വരും. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം? ഇതൊന്ന് പിടിച്ചിട്ട് പറയും എത്ര ഉണ്ടെന്ന്. അയ്യാ, ഇത് പറയാന്ന് പറഞ്ഞേ. ഓക്കെ, എത്രയുണ്ട്? 50. എൻ്റെ അമ്മ, ആരാ പറഞ്ഞ 50?
ഒരാൾ 100 പറഞ്ഞിട്ടോ 50 പക്ഷെ ആദ്യം പറഞ്ഞത് എത്രയാണ് 10 കിലോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് 50 കിലോ പറഞ്ഞു. ശരിക്കും എത്ര കിലോ ആണെന്ന് അറിയോ? മൈക്ക് അടുപ്പിച്ചുകൂടി 7 കിലോ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും മത്സരിച്ച് ചേച്ചിക്ക് സമ്മാനമുണ്ട്. ഈ ഒരു കൂപ്പണായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഒപ്പം നമ്മുടെ ലക്കി ഡ്രോയിൽ മത്സരിക്കുക. ഈ ഒരു പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ ബോക്സ് ഉണ്ട് നമ്മുടെ. ഓക്കെ, അപ്പോൾ അത് അടുത്ത ഒരാൾ വെയിറ്റ് ചെയ്യണം. നക്ഷത്രത്തിൽ വരാറില്ലേ? വരാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ജ്വല്ലറി ഒക്കെ എങ്ങനെയുണ്ട്? വാങ്ങാറുണ്ട്? എപ്പോഴേക്കാണ് വാങ്ങിയത്? ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴാണ് വാങ്ങിയത്? കഴിഞ്ഞ മാസമൊക്കെ വാങ്ങിയതായിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി നക്ഷത്രം പോകാൻ അവസരം തരട്ടെ? വെറുതെ ഒരു സമ്മാനം തന്നാലോ? തരട്ടെ? കുഴപ്പമില്ല. ഇത് ഏകദേശം എത്ര കിലോ വരും? മൈക്കൊന്ന് പിടിച്ചേ. ഇത് ഏകദേശം എത്ര വരും ഭാരം ഇതിൻ്റെ? വളരെ സിമ്പിളാണ്. എത്ര വരും വെയിറ്റ്? 50 കിലോ. 50 കിലോയോ? ഇന്ന് പിടിച്ചു നോക്കിയേ. നീ എൻ്റെ എത്ര ഉണ്ടാവും? മൈക്ക് പിടിച്ചോ. 25 കിലോ ഉണ്ടാവും. ഇതിന് ചേച്ചി പറയുന്നത് 25 കിലോ എന്നാ. ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് 10 കിലോ. 10 കിലോ? 10 ഇല്ല, ഒരു 7 കിലോ ഉള്ളൂ. ഓക്കെ, എത്ര പറഞ്ഞ? 10 കിലോ. എന്നാ എന്തായാലും മത്സരിച്ചിരിക്കും. നമുക്ക് ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കണം. വെറുതെ പോകാൻ പാടില്ലല്ലോ. കൂപ്പണായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയാൽ മതി, സമ്മാനം കിട്ടും. ഓക്കെ, ഇതിനകത്ത് പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഫ്രണ്ടിലെ ബോക്സിലിടാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരാണ്? തൊഴിലാളികളാണല്ലേ? തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഓക്കെ, ഇതാ ഒരു തൊഴിലാളി വന്നിട്ടുണ്ട്. നമ്മളൊരു പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു തൊഴിലാളിയാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഗമയാണ് അല്ലേ? എന്താണ് ചേട്ടാ പേര്? നക്ഷത്രത്തിലൊക്കെ വരാറില്ലേ? ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഇവിടെ കിടന്ന് വണ്ടി ഓടുന്നത് 10-26 കൊല്ലം. ഓക്കെ, 26 കൊല്ലമായിട്ട് ഇവിടെ വണ്ടി ഓടുന്നതാണ്. സാധാരണക്കാരുടെ ഒപ്പം എന്നും നിൽക്കുന്ന ഒരു ജ്വല്ലറിയാണ് നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സ് അല്ലേ? അപ്പൊ നക്ഷത്രത്തിൽ ഇനി നാളെ വരാനായിട്ട് അവസരം ഞാൻ അവർക്ക് തന്നെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വന്നിരിക്കും. വെറും കൈയോടല്ല, വന്നു കഴിഞ്ഞാൽ സമ്മാനം കൂടി കിട്ടിയാലോ? ഇരട്ടി സന്തോഷവും. ഓക്കെ, ഇതിന് ഏകദേശം എത്ര വെയിറ്റ് വരും? ആ കാഴ്ചപ്പാടിൽ ഒരു 10 കിലോ. 10 കിലോയോ? കാഴ്ചയിൽ 10 കിലോ ഉള്ളൂ. ഏകദേശം എത്ര വരുന്നേ? ഇല്ല, അതിലും കുറവാണ്. 10 കിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പിടിച്ചു നോക്കിയേ. 10-ന് മേലില്ല. ഇല്ല, ഞാനിപ്പോ ആ ഫ്രൂട്ട്സ് കടയിൽ പോയി അളന്ന് നോക്കിയതല്ലേ. ഏകദേശം എത്ര ഉണ്ടോ എന്ന് പറഞ്ഞേ. 8 കിലോ. മൈക്ക് പിടി. 1 കിലോ താഴ്ത്തിക്കോ. 8 ഇല്ല, 7 ഉള്ളൂ. എന്തായാലും ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒരു തൊഴിലാളിയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ്. ഇവിടെ വരുന്ന തോപ്പുംപടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ നക്ഷത്ര എന്ന് പറയുമ്പോൾ നിങ്ങളാണ് വഴികാട്ടി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയാണെന്ന് പറയും. ഓക്കെ, ഒരർത്ഥത്തിൽ വഴികാട്ടികളാണ് അല്ലേ? ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ വഴി പോയി. ഓക്കെ, അപ്പോൾ നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ഒരു കൂപ്പണാണ്. ഈ കൂപ്പണായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഒപ്പം തന്നെ ലക്കി ഡ്രോയിൽ മത്സരിക്കുക. അതായത് പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഫ്രണ്ടിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചെയ്യേണ്ട അഡ്രസ്സ് എഴുതിയിടുക. ഡയമണ്ട് റിംഗ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക് യു. നമ്മുടെ നക്ഷത്രയുടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്രയുടെ കാവൽക്കാർ അല്ലെങ്കിൽ വഴികാട്ടികൾ എന്നൊക്കെ പറയാം. ഓട്ടോക്കാരൻ വഴികാട്ടികൾ എന്നൊക്കെ പറയാം അല്ലേ? ഞാൻ ഓട്ടോക്കാരൻ 4.5 റൂട്ടുകാരൻ. ന്യായമായ റേറ്റ് ഒക്കെയാണ് ഇപ്പൊ മേടിക്കുന്നത് അല്ലേ? ഓക്കെ, മീറ്റർ ചാർജ് ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതായത് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ഒരു ബാർ ഉണ്ട്, ആ ബാർ കാണിച്ചിട്ട് വെയിറ്റ് പറയാന്നുള്ളതാണ്. അപ്പൊ ചേട്ടനെ കണ്ടപ്പോ ഇച്ചിരി കുസൃതി തോന്നി, ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ തോന്നി. ഈ താടിയിലും തൊട്ടോട്ടെ? കുഴപ്പമുണ്ടോ? നല്ല താടിയല്ലേ? അടിപൊളി. ഓക്കെ, അപ്പൊ താടി ചേട്ടനോട് തന്നെ ചോദിക്കാം. പേര് മറന്നുപോയി. പേര് റിനു ചേട്ടൻ എന്നാണ് പേര്. അപ്പൊ ചേട്ടാ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം. അപ്പൊ ഈ അവിവാഹിതരായ 10-30 വയസ്സിന് ശേഷമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അച്ഛന്മാരോട് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. മലയാളത്തിലാണിത് പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷ് വാക്കാണത്. ഉത്തരം ഇംഗ്ലീഷാണ്. ചേട്ടാ എന്താണ് ആ അക്ഷരം? പറയൂ. അറിയോ? അറിയില്ല. ഞാൻ ക്ലൂ തരട്ടെ. എന്നിലാണ് തുടങ്ങുന്നത്. ക്യൂയാണ് അവസാനിക്കുന്നത്. NQ. മലയാളം വാക്കാണ്. ചേട്ടനൊക്കെ ഒരു പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ വാക്ക്. അടിപൊളി, കറക്റ്റ് ആൻസർ. വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കെട്ടിക്കൂടെ എന്ന് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൂപ്പണായിട്ട് നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടു അതുക്കല്ല ചെന്ന് കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഒപ്പം നമ്മുടെ ലക്കി ഡ്രോയിൽ മത്സരിക്കുക. പേരും ഇതൊക്കെ എഴുതിയിട്ട് ഇടുക. ഈ കൂപ്പൺ ഇട്ടാൽ മതി. ഓക്കെ, സന്തോഷമായോ? സന്തോഷം. അപ്പൊ എന്തായാലും ഓട്ടോക്ക് ഇട്ടട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. അപ്പൊ ഇപ്പൊ കൂടെയുള്ളത് പേര് പറഞ്ഞോളൂ. സുധീർ സുരേന്ദ്രൻ. ഓമന. അമ്മ പറയൂ പേരുടെ പേര്. ഓമന പാർവതി. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ? ഒരു കുസൃതി ചോദ്യമാണ്. ആരും ആഗ്രഹിക്കാത്ത പണം ഏതാണ്? അറിയോ? അറിയില്ല. ഞാനൊരു ക്ലൂ തരാം. നമ്മളൊരു കാര്യം ഉന്നയിക്കും എന്നൊക്കെ പറയില്ല, ഒരാളെ പറ്റി കുറ്റം പറയാന്നൊക്കെ പറയുന്നതിന് ഒരു മറ്റൊരു അർത്ഥമാണ്.
പക്ഷെ ആ ആൻസറിന്റെ അവസാനവും പണമാണ്. ആയിലാണ് തുടങ്ങുന്നത്. ആരോപണം കറക്റ്റാണ്. അമ്മ കൈയടിച്ചോ? ഓക്കെ, അപ്പോൾ എന്തായാലും പിടിച്ചോ, മൈക്ക് പിടിച്ചോ. നക്ഷത്രയുടെ ഒരു സമ്മാനമുണ്ട്. ഈ കൂപ്പണുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഓക്കെ, താങ്ക് യു. ബൈ. കണ്ടില്ല, ഒരുപാട് കൂപ്പണായിട്ട് വന്നാണ്. മാക്സിമം എനിക്ക് തോന്നുന്നു കൂപ്പണൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു തോപ്പുംപടി നമ്മൾ അത്യാവശ്യം ഇളക്കി മറിച്ചിട്ടുണ്ട്. മാക്സിമം കൂപ്പണുകളെ കൊടുത്തു, ആളുകളോട് ചോദ്യം ചോദിച്ചു, ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം നിങ്ങൾ ഷോറൂമിൽ വന്നിട്ടില്ലെങ്കിലും ഷോറൂം വിസിറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരമല്ലേ ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കൂപ്പൺ നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂപ്പൺ കിട്ടും. കൂപ്പണായിട്ട് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അപ്പോൾ ഈ കൂപ്പൺ നിങ്ങളുടെ പേരൊക്കെ എഴുതി ലക്കി ഡ്രോ, അതായത് മത്സരിക്കാം, അതിലും സമ്മാനമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഓഫർ ഒന്നും മറക്കണ്ട. എന്താ പറയുക, ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ ആഭരണം എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മുടെ നക്ഷത്രയിൽ വന്ന് എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യാം. മെഗാ എക്സ്ചേഞ്ച് മേളയാണ് നടക്കുന്നത്. അതായത് HUID ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടുന്നതാണ്. ഒപ്പം എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും 25 രൂപ അധികം മൂല്യത്തോടെ തന്നെ നിങ്ങൾക്ക് നക്ഷത്രയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. പഴയ സ്വർണം നക്ഷത്രത്തിൽ കൊടുത്ത് നിങ്ങൾക്ക് എന്താ പറയുക 25 രൂപ അധികത്തിൽ വാങ്ങാവുന്നതാണ്. ഒപ്പം എന്തായാലും ഇന്ന് ബൈ ബൈ പറയേണ്ട സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്താ പറയുക ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. താങ്ക് യു. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, തോപ്പുംപടി. Online delivery available all across India.